150 ആക്രിന്ന് കിട്ടിയ ലെനോവോ ടാബ് നമുക്ക് ശരിയാക്കാൻ പറ്റുമോ? ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ അബിൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിത് ചാർജ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടും ചാർജ് കയറുന്നില്ല. അതുകൊണ്ട് ഡിസ്പ്ലേയും പൊട്ടിയിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേ പതുക്കെ ഹീറ്റ് ചെയ്ത് പുറത്തെടുക്കാം. ഡിസ്പ്ലേ ഫുള്ളും പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ഇതിന്റെ അകത്ത് ഓൾറെഡി വെള്ളം കയറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മൊത്തം ക്ലാവ് പിടിച്ചിരിപ്പുണ്ടായിരുന്നു. വീഡിയോ കാണുന്ന പലരും ഫോളോയും ലൈക്കും ചെയ്യാതെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഫോളോയും ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ പുതിയ വീഡിയോസ് ചെയ്യാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അതിനുശേഷം നമ്മൾ മദർ ബോർഡ് വരെ ഊരിയായിരുന്നു. കാരണം ഫുള്ള് ക്ലാവ് കയറിയിരിക്കുന്നതുകൊണ്ട് ഈ ലിക്വിഡ് ഒഴിച്ച് നമ്മൾ നല്ലവണ്ണം തന്നെ സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്യണം. കാരണം ഫുള്ള് ക്ലാവ് കയറിയിട്ടുണ്ട്, നല്ല അഴുക്കും ഉണ്ടായിരുന്നു. ബോർഡ് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമ്മൾ ഹീറ്റർ വെച്ചൊന്ന് ചൂടാക്കിയായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചാർജിംഗ് ബോർഡും പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ചാർജിംഗ് ബോർഡ് ഫുള്ള് മാറ്റി പുതിയതായിട്ട് നമ്മൾ ചാർജിംഗ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുന്ന പോലെ തന്നെ എല്ലാ ഐറ്റങ്ങളും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ചാർജ് ഇട്ട് നോക്കിയപ്പോൾ ബോർഡിൽ കറണ്ട് വരുന്നുണ്ട്, എന്നാൽ ബാറ്ററിയിൽ കറണ്ട് വരുന്നില്ല. ബാറ്ററി ഒട്ടും ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഡിസ്പ്ലേ വരുന്നതാണ്. ഇത് ഓൺ ആവോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കാണാൻ മറക്കല്ലേ.